പ്രിയപ്പെട്ട അമ്മമാരെ, സജ്ജനങ്ങളെ, ഒരമ്മയ്ക്ക് തന്റെ മക്കളെക്കാൾ വലിയ സമ്പത്ത് ഈ ലോകത്ത് മറ്റെന്താണുള്ളത്? സ്വന്തം വിശപ്പിനേക്കാൾ, സ്വന്തം ഉറക്കത്തേക്കാൾ, സ്വന്തം സന്തോഷത്തേക്കാൾ ആ അമ്മ ചിന്തിക്കുന്നത് മക്കളെയാണ്. എന്റെ മകൻ സുരക്ഷിതനായിട്ടിരിക്കണം, എന്റെ മകൾ സന്തോഷത്തോടെ ജീവിക്കണം, അവർക്ക് നല്ല ആരോഗ്യം ലഭിക്കണം, ജീവിതത്തിൽ ഉയരങ്ങൾ നേടണം. ഇതൊക്കെയാണ് ഓരോ അമ്മയുടെയും ഹൃദയത്തിൽ ഒരിക്കലും അവസാനിക്കാത്ത പ്രാർത്ഥന, അല്ലേ? അതുകൊണ്ട് തന്നെ ഒരമ്മ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ അവർ ഭഗവാനോട് ചോദിക്കുന്നത് സ്വന്തം സുഖത്തിനു വേണ്ടിയല്ല, സ്വന്തം ജീവിതത്തിനു വേണ്ടിയല്ല, മക്കൾക്ക് വേണ്ടിയാണ്. അവർ വ്രതമെടുക്കുന്നതും വിളക്ക് തെളിയിക്കുന്നതും കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നതും എല്ലാം മക്കൾക്ക് വേണ്ടി. കാരണം ഒരമ്മയുടെ പ്രാർത്ഥനയ്ക്ക് പിന്നിൽ സ്വാർത്ഥതയില്ല, സ്നേഹം മാത്രമേ ഉള്ളൂ. എന്നാൽ ഒരമ്മ തന്റെ മക്കൾക്ക് വേണ്ടി ചെയ്യാവുന്ന ഏറ്റവും വലിയ ആത്മീയ സമ്പാദ്യം എന്താണ്? നമ്മുടെ മഹർഷിമാർ, ആചാര്യന്മാർ, മഹാത്മാക്കൾ ഒരേ സ്വരത്തിൽ പറഞ്ഞ ഒരു ഉത്തരമുണ്ട്: വിഷ്ണു സഹസ്രനാമം. 1000 നാമങ്ങൾ. എന്നാൽ വെറും 1000 പേരുകളല്ല, 1000 അനുഗ്രഹങ്ങൾ, 1000 തത്വങ്ങൾ, 1000 ദൈവിക പ്രകാശങ്ങൾ. ഇന്നും ലക്ഷക്കണക്കിന് കുടുംബങ്ങളിൽ രാവിലെ കേൾക്കുന്ന, വൈകുന്നേരം മുഴങ്ങുന്ന, ദുഃഖസമയത്ത് ആശ്വാസമാകുന്ന, ഭയസമയത്ത് ധൈര്യമാകുന്ന ഒരമൂല്യ ആത്മീയ നിധി. പക്ഷേ ഈ സഹസ്രനാമം ലോകത്തിന് ആരാണ് നൽകിയത്? എവിടെയാണ് ഇത് ആദ്യമായി മുഴങ്ങിയത്? എന്തുകൊണ്ടാണ് ഇന്നും കോടിക്കണക്കിന് ഭക്തർ ഇതിനെ ആശ്രയിക്കുന്നത്? എന്തുകൊണ്ടാണ് അനേകം അമ്മമാർ എൻ്റെ മക്കൾക്കായി ഞാൻ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നു എന്ന് പറയുന്നത്? ഇതിൻ്റെ പിന്നിൽ ഒരു ചരിത്രമുണ്ട്, ഒരു യുദ്ധമുണ്ട്, ഒരു മഹാജ്ഞാനിയുടെ അവസാന ഉപദേശമുണ്ട്, ഒരു ദൈവിക നിമിഷമുണ്ട്. ഇന്ന് ആ ചരിത്രത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് ഒരു യാത്ര ചെയ്യാം. കുരുക്ഷേത്രം, ഭാരത ചരിത്രത്തിലെ ഏറ്റവും മഹത്തായ യുദ്ധം. 18 ദിവസങ്ങൾ, അവസാനമില്ലാത്ത പോരാട്ടം, തകർന്ന രഥങ്ങൾ, ഒടിഞ്ഞ വില്ലുകൾ, നിലം മുഴുവൻ ചിതറിക്കിടക്കുന്ന ആയുധങ്ങൾ, വീണ പതാകകൾ. അസ്തമിക്കുന്ന സൂര്യന്റെ ചുവന്ന പ്രകാശത്തിൽ രക്തം നനഞ്ഞ യുദ്ധഭൂമി. ഒരിക്കൽ ശംഖനാദങ്ങൾ മുഴങ്ങിയ ആ ഭൂമി ഇപ്പോൾ നിശബ്ദമാണ്. ആ നിശബ്ദത പോലും യുദ്ധത്തിന്റെ വേദന പറഞ്ഞുകൊണ്ടേയിരുന്നു. ആയിരക്കണക്കിന് അമ്മമാർ ഭർത്താവിനെ നഷ്ടപ്പെട്ടു, മക്കളെ നഷ്ടപ്പെട്ടു, സഹോദരങ്ങളെ നഷ്ടപ്പെട്ടു. കുരുക്ഷേത്രം ഒരു യുദ്ധത്തിന്റെ അവസാനം മാത്രമായിരുന്നില്ല, അത് മനുഷ്യവേദനയുടെ ഏറ്റവും വലിയ സാക്ഷിയായിരുന്നു. ആ യുദ്ധത്തിൽ ധർമ്മം വിജയിച്ചു, അധർമ്മം പരാജയപ്പെട്ടു. പാണ്ഡവർ രാജ്യം നേടി. പക്ഷേ ആ വിജയത്തിന് നടുവിൽ ഒരാൾ മാത്രം സന്തോഷിച്ചില്ല. ധർമ്മപുത്രനായ യുധിഷ്ഠിരൻ. രാജ്യം ലഭിച്ചു, എന്നാൽ മനസ്സിന് സമാധാനം ലഭിച്ചില്ല. കാരണം ആ സിംഹാസനത്തിന്റെ അടിയിൽ എത്രയോ ജീവനുകളുടെ വിലയുണ്ടായിരുന്നു. അച്ഛനെ പോലെ സ്നേഹിച്ചവർ, ഗുരുക്കന്മാർ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ എല്ലാവരും യുദ്ധത്തിൽ വീണിരുന്നു. ഈ വിജയം ശരിക്കും വിജയമാണോ? ഈ ചോദ്യം അദ്ദേഹത്തിന്റെ ഹൃദയത്തെ നിരന്തരം അലട്ടിക്കൊണ്ടിരുന്നു. രാത്രികൾ ഉറക്കമില്ലാതെ കടന്നുപോയി. ധർമ്മം ജയിച്ചിട്ടും മനസ്സ് തോറ്റ മനുഷ്യനായിരുന്നു യുധിഷ്ഠിരൻ. ആ സമയത്ത് ശ്രീകൃഷ്ണൻ യുധിഷ്ഠിരനെ ശാന്തമായി നോക്കി, എല്ലാം അറിയുന്ന ഒരു പുഞ്ചിരിയോടെ. അദ്ദേഹം പറഞ്ഞു, ഈ സംശയങ്ങൾക്ക് ഉത്തരം പറയാൻ ഈ ഭൂമിയിൽ ഇനിയും ഒരാൾ ജീവിച്ചിരിപ്പുണ്ട്. ആ പേര് ഭീഷ്മൻ, ഗംഗാപുത്രൻ, പ്രതിജ്ഞയുടെ പ്രതീകം, ഇച്ഛാമരണത്തിന്റെ വരം ലഭിച്ച മഹാത്മാവ്, ധർമ്മത്തിന്റെ ജീവനുള്ള ഗ്രന്ഥം. യുദ്ധത്തിൽ വീണെങ്കിലും മരിച്ചിരുന്നില്ല. അമ്പുകളുടെ ശയ്യയിൽ സൂര്യന്റെ ഉത്തരായനം കാത്ത് അദ്ദേഹം കിടക്കുകയായിരുന്നു. ചിന്തിച്ചു നോക്കൂ, ശരീരത്തിലുടനീളം 100 കണക്കിന് അമ്പുകൾ. എന്നിട്ടും മുഖത്ത് വേദനയല്ല, ആത്യശാന്തി. കാരണം ശരീരം വേദനിച്ചിരുന്നെങ്കിലും ജ്ഞാനം അചഞ്ചലമായിരുന്നു. അവിടെ അമ്പുകളുടെ ശയ്യയ്ക്ക് സമീപം ശ്രീകൃഷ്ണൻ നിൽക്കുന്നു, പാണ്ഡവർ നിൽക്കുന്നു, ഋഷിമാർ നിൽക്കുന്നു, ദേവന്മാർ പോലും ആ നിമിഷത്തിന് സാക്ഷികളായിരുന്നുവെന്ന് പരമ്പര പറയുന്നു. കാരണം ഇനി ലോകം കേൾക്കാൻ പോകുന്നത് ഒരു മനുഷ്യന്റെ വാക്കുകളല്ല, യുഗങ്ങളോളം മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന ധർമ്മത്തിന്റെ ശബ്ദമാണ്. യുധിഷ്ഠിരൻ കൈകൾ കൂപ്പി ഭീഷ്മ പിതാമഹന്റെ മുൻപിൽ തലകുനിച്ച് അദ്ദേഹം ചോദിച്ച ചോദ്യങ്ങൾ അന്നത്തെ ചോദ്യങ്ങൾ മാത്രമായിരുന്നില്ല, ഇന്നും നമ്മുടെ എല്ലാം ഹൃദയത്തിൽ ഉയരുന്ന ചോദ്യങ്ങളായിരുന്നു. ഈ ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായ ദൈവം ആരാണ്? മനുഷ്യന് ഏറ്റവും വലിയ ആശ്രയം ആരാണ്? ആരെയാണ് സ്തുതിക്കേണ്ടത്?
ആരെയാണ് ആരാധിക്കേണ്ടത്? എല്ലാ ധർമ്മങ്ങളിലും വെച്ച് ഏറ്റവും ഉന്നതമായ ധർമ്മം ഏതാണ്? എന്ത് ജപിച്ചാലാണ് മനുഷ്യന് ജനന മരണ ചക്രത്തിൽ നിന്നും മോചനം ലഭിക്കുക? പ്രിയപ്പെട്ട സജ്ജനങ്ങളെ, ഒരു നിമിഷം ചിന്തിക്കൂ. ഇന്നും ഒരമ്മ ഭഗവാന്റെ മുന്നിൽ നിൽക്കുമ്പോൾ അവരും ഇതേ ചോദ്യങ്ങളല്ലേ ചോദിക്കുന്നത്. എന്റെ മകന് നല്ലൊരു ജീവിതം ലഭിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? എന്റെ മകൾ സുരക്ഷിതയായിരിക്കണം, എന്റെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാവണം, ഭഗവാനെ ഞങ്ങളെ കാത്തു രക്ഷിക്കണമേ. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് യുധിഷ്ഠിരൻ ചോദിച്ച ചോദ്യങ്ങളും ഇന്ന് ഒരമ്മയുടെ പ്രാർത്ഥനയും ഒരേ ഹൃദയത്തിൽ നിന്നാണ് ഉയരുന്നത്. അതിനുള്ള മറുപടി പറയാൻ അമ്പുകളുടെ ശയ്യയിൽ കിടന്ന ഭീഷ്മ പിതാമഹൻ തന്റെ കണ്ണുകൾ പതുക്കെ തുറന്ന് ആദ്യം അദ്ദേഹം നോക്കിയത് തന്റെ മുന്നിൽ നിൽക്കുന്ന ശ്രീകൃഷ്ണനെ ആയിരുന്നു. കാരണം ഇനി അദ്ദേഹം ഉച്ചരിക്കാൻ പോകുന്ന ഓരോ വാക്കും ആ പരമാത്മാവിന്റെ സാക്ഷ്യത്തിൽ ലോകത്തിന് നൽകുന്ന അമൂല്യ നിധിയായിരുന്നു. അദ്ദേഹത്തിന്റെ ആ നോട്ടം വെറുമൊരു നോക്കായിരുന്നില്ല, ലോകത്തിന് നൽകാൻ പോകുന്ന മഹത്തായ സത്യത്തിനു മുൻപിൽ പരമാത്മാവിനെ പ്രണാമം ചെയ്യുന്ന ഒരു ഭക്തന്റെ ദൃഷ്ടിയായിരുന്നു അത്. കാരണം ഭീഷ്മന് നന്നായി അറിയാമായിരുന്നു, തന്റെ മുന്നിൽ നിൽക്കുന്നത് ദ്വാരകയുടെ രാജാവായ കൃഷ്ണൻ മാത്രമല്ല, സകല ലോകങ്ങളുടെയും നാഥനായ പരബ്രഹ്മമായ ശ്രീ മഹാവിഷ്ണുവിന്റെ അവതാരമാണ്. അദ്ദേഹം ഹൃദയം നിറഞ്ഞ ഭക്തിയോടെ ശ്രീകൃഷ്ണനെ വണങ്ങി ശേഷമാണ് യുധിഷ്ഠിരന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ആരംഭിച്ചത്. ഭീഷ്മൻ പറഞ്ഞു, ധർമ്മപുത്ര, ഈ ലോകത്തിൽ അനേകം ദേവതകളുണ്ട്, അനേകം ആരാധനാ മാർഗങ്ങളുണ്ട്, അനേകം യജ്ഞങ്ങളും അനേകം വ്രതങ്ങളും. എന്നാൽ എല്ലാത്തിനും ആധാരമായ ഒരു പരമസത്യമുണ്ട്. സകല ചരാചരങ്ങളെയും ധരിക്കുകയും പരിപാലിക്കുകയും സമയമാകുമ്പോൾ സംഹരിക്കുകയും ചെയ്യുന്ന ആ പരമാത്മാവാണ് ശ്രീ മഹാവിഷ്ണു. ഭീഷ്മൻ വീണ്ടും പറഞ്ഞു, ആ പരമാത്മാവിന്റെ നാമസ്മരണയാണ് മനുഷ്യന് ഏറ്റവും വലിയ ആശ്രയം. അവന്റെ 1000 ദിവ്യനാമങ്ങൾ ഭക്തിയോടെ ജപിക്കുന്നവൻ ഭയത്തെ അതിജീവിക്കും, ദുഃഖത്തിൽ തളരുകയില്ല, ധർമ്മത്തിൽ നിന്ന് വഴി തെറ്റുകയില്ല. കാരണം ഭഗവാന്റെ നാമം മനുഷ്യനെ ഭഗവാനിലേക്ക് തന്നെ നയിക്കുന്നു. പ്രിയപ്പെട്ട സജ്ജനങ്ങളെ, ഇവിടെ നാം ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കണം. വിഷ്ണു സഹസ്രനാമം ആരുടെയെങ്കിലും ഭാവനയിൽ എഴുതിയ ഒരു സ്തോത്രമല്ല, ഒരു കവി രചിച്ച ഒരു മനോഹര കാവ്യമല്ല. ധർമ്മത്തിന്റെ ജീവനുള്ള പ്രതീകമായ ഭീഷ്മ പിതാമഹൻ ശ്രീകൃഷ്ണൻ നേരിട്ട് സാക്ഷിയായിട്ട് നിൽക്കുമ്പോൾ യുധിഷ്ഠിരന് നൽകിയ ഉപദേശങ്ങളാണ്. അതാണ് ഇന്നും കോടിക്കണക്കിന് ഭക്തർ ഭക്തിയോടെ ജപിക്കുന്ന വിഷ്ണു സഹസ്രനാമം. ഇനി ഒരു ചോദ്യം, സഹസ്രനാമം എന്നാൽ ശരിക്കും എന്താണ്? സഹസ്രം എന്നാൽ 1000, നാമം എന്നാൽ പേര്. എന്നാൽ ഇവിടെ ഒരു വലിയ രഹസ്യമുണ്ട്. ഇത് വെറും 1000 പേരുകളുടെ പട്ടികയല്ല, പരമാത്മാവിന്റെ 1000 ദൈവിക ഗുണങ്ങളുടെ പ്രകാശമാണ്. ഓരോ നാമവും ഒരു ദീപം പോലെയാണ്. ഒരു നാമം അവിടുത്തെ കരുണയെ ഓർമ്മിപ്പിക്കുന്നു, മറ്റൊരു നാമം അവിടുത്തെ രക്ഷക സ്വഭാവത്തെ, മറ്റൊന്ന് അവിടുത്തെ സർവവ്യാപിത്വത്തെ, മറ്റൊന്ന് അവിടുത്തെ അനന്ത സ്നേഹത്തെ. അങ്ങനെ ഓരോ നാമവും ഒരു വാതിൽ പോലെയാണ്. ആ വാതിലിലൂടെ കടന്നു ചെല്ലുമ്പോൾ നമ്മൾ ഭഗവാനെ കൂടുതൽ അടുത്തറിയാൻ തുടങ്ങുന്നു. ഉദാഹരണത്തിന് നാരായണൻ, ഈ ഒരു നാമം അനന്തമായ അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്നു. എല്ലാ ജീവജാലങ്ങളുടെയും അന്തർയാമി, എല്ലാവരുടെയും ആശ്രയം, എല്ലാ ഹൃദയങ്ങളിലും വസിക്കുന്നവൻ. അതുകൊണ്ടാണ് ഭക്തൻ നാരായണ എന്ന് വിളിക്കുമ്പോൾ അത് ഒരു പേര് വിളിക്കുന്നത് മാത്രമല്ല, സ്വന്തം ആശ്രയത്തെ വിളിക്കുകയാണ്. വാസുദേവൻ, എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നവൻ, ഓരോ ജീവന്റെയും ഉള്ളിൽ പ്രകാശിക്കുന്ന ചൈതന്യം. ഗോവിന്ദൻ, ജീവജാലങ്ങളുടെ രക്ഷകൻ, ഭൂമിയെ സംരക്ഷിക്കുന്നവൻ, ഇന്ദ്രിയങ്ങളെ ശരിയായ വഴിയിലേക്ക് നയിക്കുന്നവൻ. മാധവൻ, ലക്ഷ്മി ദേവിയുടെ നാഥൻ, മംഗളത്തിന്റെ ഉറവിടം. ദാമോദരൻ, സ്നേഹത്തിന്റെ കയറിൽ ഭക്തിയുടെ ശക്തിയാൽ യശോദാ മാതാവിനാൽ ബന്ധിക്കപ്പെട്ടവൻ. ഇത് നമ്മെ പഠിപ്പിക്കുന്നത് ഭഗവാനെ ശക്തി കൊണ്ടല്ല, ഭക്തി കൊണ്ടാണ് നേടേണ്ടത് എന്നാണ്. പ്രിയപ്പെട്ട സജ്ജനങ്ങളെ, ഓരോ നാമത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്, ഒരു തത്വമുണ്ട്, ഒരു അനുഭവമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വിഷ്ണു സഹസ്രനാമം ഒരു സ്തോത്രം മാത്രമല്ല, ഒരു ആത്മീയ യാത്രയാണ്. ഒരു നാമത്തിൽ നിന്ന് അടുത്ത നാമത്തിലേക്ക് ഭക്തന്റെ മനസ്സ് പെതുക്കെ ലോകത്തിന്റെ ചിന്തകളിൽ നിന്ന് ഭഗവാനിലേക്ക് യാത്ര ചെയ്യുന്നു. മഹാന്മാർ പറയാറുണ്ട്, 1000 ക്ഷേത്രങ്ങളിൽ പോകാൻ കഴിയാത്തവർക്കും, 1000 യജ്ഞങ്ങൾ നടത്താൻ കഴിയാത്തവർക്കും, 1000 വ്രതങ്ങൾ അനുഷ്ഠിക്കാൻ കഴിയാത്തവർക്കും ഭക്തിയോടെ
വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് അത്യുന്നതമായ ആത്മീയ സാധനകളിലൊന്നാണ്. കാരണം ഇവിടെ പ്രധാനമായത് വാക്കുകളല്ല, ഹൃദയമാണ്. ഉച്ചാരണമല്ല, ഭക്തിയാണ്. ശബ്ദമല്ല, സമർപ്പണമാണ്. അതുകൊണ്ടാണ് ശ്രീകൃഷ്ണൻ ഭീഷ്മന്റെ ഈ ഉപദേശം ഒരിടത്തും തിരുത്താതിരുന്നത്, ഒരിടത്തും തടയാതിരുന്നത്. കാരണം ഭീഷ്മൻ പറയുന്നത് സത്യമാണെന്ന് ആ പരമാത്മാവ് തന്നെ നിശബ്ദമായി ലോകത്തിന് സാക്ഷ്യം വഹിക്കുകയായിരുന്നു. എത്ര അത്ഭുതകരമായ നിമിഷമായിരുന്നു അത്! പരമാത്മാവ് സ്വന്തം മഹത്വം സ്വയം പറയുന്നില്ല, തൻ്റെ ഏറ്റവും വലിയ ഭക്തനായ ഭീഷ്മന്റെ വായിലൂടെ ലോകത്തെ അറിയിക്കുന്നു. അതാണ് വിഷ്ണു സഹസ്രനാമത്തിന്റെ മഹത്വം. പക്ഷെ ഇവിടെ മറ്റൊരു ചോദ്യം ഉയരാം. ഈ സഹസ്രനാമം വെറും പണ്ഡിതന്മാർക്ക് വേണ്ടിയാണോ? സംസ്കൃതം അറിയുന്നവർക്ക് മാത്രമാണോ? അല്ല. ഭീഷ്മ പിതാമഹൻ ലോകത്തിന് നൽകിയ ഈ നിധി ജാതിക്കും ഭാഷയ്ക്കും വിദ്യാഭ്യാസത്തിനും പ്രായത്തിനും അതീതമാണ്. ഒരു കാര്യം മാത്രം മതിയാകും: ഭക്തിയുള്ള ഹൃദയം. പ്രിയപ്പെട്ട സജ്ജനങ്ങളെ, ആയിരക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞു. രാജാക്കന്മാർ മാറി, രാജ്യങ്ങൾ മാറി, നാഗരികതകൾ മാറി, ജീവിത രീതികൾ മാറി. എന്നാൽ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ അമ്പുകളുടെ ശയ്യയിൽ കിടന്നുകൊണ്ട് ഭീഷ്മ പിതാമഹൻ ഉച്ചരിച്ച ആ ദിവ്യനാമങ്ങൾ ഇന്നും അതേ ശക്തിയോടെ, അതേ ഭക്തിയോടെ, അതേ വിശ്വാസത്തോടെ ലോകമെമ്പാടും മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ്? കാരണം എന്താണ്? കാരണം കാലം മാറാം, പക്ഷേ മനുഷ്യന്റെ മനസ്സ് നേരിടുന്ന ചോദ്യങ്ങളും മാറുന്നില്ല. ഇന്നും ഒരു വിദ്യാർത്ഥി ഭാവിയെക്കുറിച്ച് ആശങ്കപ്പെടുന്നു. ഒരു യുവാവ് ജോലി തേടി അലഞ്ഞു നടക്കുന്നു. ഒരച്ഛൻ കുടുംബത്തിന്റെ ഉത്തരവാദിത്വങ്ങൾ ഓർത്ത് ഉറക്കം നഷ്ടപ്പെടുത്തുന്നു. ഒരമ്മ മക്കളുടെ ജീവിതത്തെക്കുറിച്ച് നിശബ്ദമായി പ്രാർത്ഥിക്കുന്നു. പ്രശ്നങ്ങളുടെ രൂപം മാറിയേക്കാം, പക്ഷേ മനുഷ്യന്റെ ഉള്ളിലെ ഭയവും പ്രതീക്ഷയും ആശ്രയം തേടുന്ന ഹൃദയവും അന്നും ഇന്നും ഒരേപോലെയാണ്. അതിനാലാണ് വിഷ്ണു സഹസ്രനാമം ഇന്നും പ്രസക്തമായിരിക്കുന്നത്. എന്നാൽ ഇവിടെ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കണം. വിഷ്ണു സഹസ്രനാമം ഒരു അത്ഭുത മന്ത്രമല്ല. ഇന്ന് ജപിച്ച് നാളെ എല്ലാ പ്രശ്നങ്ങളും അപ്രത്യക്ഷമാക്കുന്ന ഒരു മാന്ത്രിക വിദ്യയുമല്ല. അങ്ങനെ നമ്മുടെ മഹാന്മാർ ഒരിക്കലും പഠിപ്പിച്ചിട്ടില്ല കേട്ടോ. അവർ പഠിപ്പിച്ചത് മറ്റൊന്നാണ്. ഭഗവാന്റെ നാമസ്മരണം മനസ്സിനെ ശാന്തമാക്കുന്നു, വിശ്വാസം വർദ്ധിപ്പിക്കുന്നു, ധൈര്യം നൽകുന്നു, ധർമ്മത്തിൽ ഉറച്ചു നിൽക്കാനുള്ള ശക്തി നൽകുന്നു. ആ ശക്തിയാണ് ജീവിതത്തിലെ പരീക്ഷണങ്ങളെ നേരിടാൻ നമ്മെ സഹായിക്കുന്നത്. അതുകൊണ്ടാണ് ദൈവനാമം മനസ്സിന്റെ ഔഷധമാണെന്ന് നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞത്. ഇപ്പോൾ വിഷ്ണു സഹസ്രനാമത്തിന്റെ ഫലശ്രുതിയെ കുറിച്ചിട്ട് നോക്കാം. ഫലശ്രുതി, അതായത് ഈ സ്തോത്രം ഭക്തിയോടെ ജപിക്കുകയോ ശ്രദ്ധയോടെ കേൾക്കുകയോ ചെയ്യുന്നവർക്ക് ആത്മീയമായി ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു വിവരണം. അവിടെ പറയുന്നത്, ധർമ്മം ആഗ്രഹിക്കുന്നവർക്ക് ധർമ്മത്തിൽ ഉറച്ചു നിൽക്കാൻ അനുഗ്രഹം ലഭിക്കും. നല്ല ജീവിതം ആഗ്രഹിക്കുന്നവർക്ക് മംഗളകരമായ വഴികൾ തുറക്കപ്പെടും. ഭയമുള്ളവർക്ക് ധൈര്യം ലഭിക്കും. ദുഃഖിതർക്ക് ആശ്വാസം ലഭിക്കും. ഭക്തിയോടെ ജീവിക്കുന്നവർക്ക് മനഃശാന്തി ലഭിക്കും. ഇവയെല്ലാം ജീവിതത്തിൽ ഭഗവാന്റെ കൃപയെ ആശ്രയിച്ചുള്ള ആത്മീയ ഫലങ്ങളായാണ് പരമ്പരാഗതമായി വിവരിക്കപ്പെടുന്നത്. ഇനി ഈ സ്തോത്രത്തിന്റെ മഹത്വം ലോകമെമ്പാടും വ്യാപിക്കാൻ വലിയ പങ്കുവഹിച്ച ഒരു മഹാനെക്കുറിച്ച് പറയാതെ ഈ കഥ പൂർണ്ണമാവുകയില്ല. അദ്ദേഹമാണ് ആദി ശങ്കരാചാര്യർ. അദ്ദേഹം വിഷ്ണു സഹസ്രനാമത്തിന് ഗംഭീരമായൊരു ഭാഷ്യം രചിച്ചു. എന്തുകൊണ്ട്? കാരണം ഓരോ നാമത്തിനുള്ളിലും ഒരു ഉപനിഷത്ത് ഒളിഞ്ഞിരിക്കുന്നു എന്ന് അദ്ദേഹം കണ്ടു. ഓരോ നാമവും പരമസത്യത്തിലേക്കുള്ള ഒരു പടിയാണെന്ന് അദ്ദേഹം അനുഭവിച്ചു. അതുകൊണ്ടാണ് ഓരോ നാമത്തിൻ്റെയും തത്വം സാധാരണ മനുഷ്യന് മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിൽ അദ്ദേഹം വിശദീകരിച്ചത്. പ്രിയപ്പെട്ട സജ്ജനങ്ങളെ, ഒരു നിമിഷം ചിന്തിക്കൂ. ആദി ശങ്കരാചാര്യർ ഭാരതം മുഴുവൻ സഞ്ചരിച്ചു, വേദാന്തം പ്രചരിപ്പിച്ചു, അനേകം ഗ്രന്ഥങ്ങൾക്ക് ഭാഷ്യം എഴുതി. അത്തരമൊരു മഹാജ്ഞാനി വിഷ്ണു സഹസ്രനാമത്തിന് ഇത്രയും പ്രാധാന്യം നൽകിയെങ്കിൽ അതിൻ്റെ പിന്നിലെ ആത്മീയ ആഴം എത്ര വലുതായിരിക്കണം. ഇനി അമ്മമാരോടൊരു കാര്യം പ്രത്യേകം പറയട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനകൾ ഭഗവാൻ കേൾക്കുന്നുണ്ടോ എന്ന് പലപ്പോഴും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും അല്ലേ? മക്കൾ രോഗിയായിരിക്കുമ്പോൾ, പരീക്ഷ എഴുതുമ്പോൾ, വിദേശത്തേക്ക് പോകുമ്പോൾ, ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ നേരിടുമ്പോൾ നിങ്ങൾ നിശബ്ദമായി നാരായണ എന്ന് വിളിക്കുന്നുണ്ടാവും. ആ വിളി വെറുതെ ആവില്ല. കാരണം ഭക്തിയിൽ നിന്നുയരുന്ന പ്രാർത്ഥന, ഒരമ്മയുടെ കണ്ണുനീരിൽ നിന്നുയരുന്ന പ്രാർത്ഥന ഭഗവാന്റെ സന്നിധിയിൽ എപ്പോഴും പവിത്രമാണ്. അതിനാലാണ് അനേകം കുടുംബങ്ങളിൽ അമ്മമാർ മക്കളുടെ പേരും പറഞ്ഞ് വിഷ്ണു സഹസ്രനാമം കേൾക്കുന്നതും
ജപിക്കുന്നതും ഇന്നൊരു വിശുദ്ധ ആചാരമായി തുടരുന്നതും. എന്നാൽ ഒരു സംശയം, എനിക്ക് സംസ്കൃതം അറിയില്ല, ഉച്ചാരണം തെറ്റിയാൽ ഒരിക്കലും ഭയപ്പെടേണ്ട. ഒരു കുഞ്ഞ് ആദ്യമായി അമ്മ എന്ന് വിളിക്കുമ്പോൾ ആ വാക്ക് പൂർണ്ണമാണോ? അല്ല. എന്നിട്ടും അമ്മയ്ക്കത് മനസ്സിലാവും അല്ലേ? കാരണം അവൾ കേൾക്കുന്നത് വാക്കുകളല്ല, സ്നേഹമാണ്. അതുപോലെ തന്നെയാണ് ഭഗവാനും. അവിടുന്ന് ഭാഷയേക്കാൾ ഹൃദയത്തെ നോക്കുന്നു, ഉച്ചാരണത്തേക്കാൾ ഭക്തിയെ സ്വീകരിക്കുന്നു. അതുകൊണ്ട് ജപിക്കാൻ കഴിയുന്നവർ ജപിക്കൂ, അതിന് കഴിയാത്തവർ ഭക്തിയോടെ കേൾക്കൂ കേട്ടോ. അതും കഴിയാത്തവർ ദിവസത്തിൽ ഒരിക്കലെങ്കിലും ഹൃദയം നിറഞ്ഞ് ഒരു നാമമെങ്കിലും വിളിക്കൂ, നാരായണ. ആ ഒരു നാമത്തിൽ പോലും 1000 നാമങ്ങളുടെ സാരമുണ്ടെന്ന് ഭക്തപരമ്പര വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ട സജ്ജനങ്ങളെ, എന്നാൽ വിഷ്ണു സഹസ്രനാമത്തെക്കുറിച്ച് ഇനിയും ഒരു അത്ഭുത സത്യമുണ്ട്. അതാണ് ഈ സ്തോത്രം നമ്മളെ ഭഗവാനെക്കുറിച്ച് മാത്രം പഠിപ്പിക്കുന്നില്ല, നല്ല മനുഷ്യരാകാനും പഠിപ്പിക്കുന്നു. അതെങ്ങനെയാണെന്ന് ഈ വീഡിയോയുടെ അവസാന ഭാഗത്തിൽ നമുക്ക് മനസ്സിലാക്കാം. പ്രിയപ്പെട്ട സജ്ജനങ്ങളെ, ഒരു നിമിഷം കണ്ണുകളടച്ച് കുരുക്ഷേത്ര യുദ്ധഭൂമിയെ വീണ്ടും മനസ്സിലൊന്ന് കാണാൻ ശ്രമിക്കൂ. അമ്പുകളുടെ ശയ്യയിൽ കിടക്കുന്ന ഭീഷ്മ പിതാമഹൻ, അദ്ദേഹത്തിന് മുന്നിൽ കൈകൾ കൂപ്പി നിൽക്കുന്ന യുധിഷ്ഠിരൻ, അതിനരികിൽ നിശബ്ദമായി എല്ലാം നോക്കി നിൽക്കുന്ന സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ. ആ ഒരു നിമിഷത്തിൽ ലോകം ഒരു മഹത്തായ സത്യം മനസ്സിലാക്കി. മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശക്തി അവൻ്റെ ആയുധങ്ങളല്ല, അവൻ്റെ സമ്പത്തുമല്ല, അവൻ്റെ സ്ഥാനവുമല്ല, അവൻ്റെ ഭക്തിയാണ്. യുദ്ധങ്ങൾ അവസാനിക്കും, സമ്പത്ത് നഷ്ടപ്പെടാം, ശരീരം ക്ഷയിക്കും, ബന്ധങ്ങൾ പോലും ചിലപ്പോൾ അകലാം. പക്ഷേ ഭഗവാന്റെ നാമം ഭക്തന്റെ ഹൃദയത്തിൽ തെളിയുന്നൊരു ദീപം പോലെയാണ്. കാറ്റ് വീശിയാലും ഇരുട്ട് വന്നാലും ആ പ്രകാശം പ്രതീക്ഷയണയാൻ അനുവദിക്കില്ല. അതുകൊണ്ടാണ് മഹാന്മാർ പറഞ്ഞത്, കലിയുഗത്തിൽ ദൈവനാമം തന്നെയാണ് ഏറ്റവും വലിയ ആശ്രയമെന്ന്. വിഷ്ണു സഹസ്രനാമം നമ്മളെ ഭഗവാനെ വിളിക്കാൻ മാത്രം പഠിപ്പിക്കുന്നില്ല, ഭഗവാനെ പോലെ കരുണയുള്ളവരാകാൻ പഠിപ്പിക്കുന്നു, സത്യം പാലിക്കാൻ പഠിപ്പിക്കുന്നു, ക്ഷമിക്കാൻ പഠിപ്പിക്കുന്നു, അഹങ്കാരം വിട്ടുകളയാൻ പഠിപ്പിക്കുന്നു, ധർമ്മത്തിൽ ഉറച്ചു നിൽക്കാൻ പഠിപ്പിക്കുന്നു. കാരണം നമ്മൾ ദിവസവും ഉച്ചരിക്കുന്ന ഓരോ ദൈവനാമവും പതുക്കെ നമ്മുടെ സ്വഭാവത്തെ മാറ്റാൻ തുടങ്ങും. അതാണ് ഈ സ്തോത്രത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം. ഇന്ന് ലോകം അതിവേഗത്തിൽ ഓടുകയാണ്. രാവിലെ മുതൽ രാത്രി വരെ ജോലി, ഉത്തരവാദിത്തങ്ങൾ, സാമ്പത്തിക ആശങ്കകൾ, മക്കളുടെ പഠനം, ആരോഗ്യ പ്രശ്നങ്ങൾ, ഭാവിയെക്കുറിച്ചിട്ടുള്ള ഭയം. ഇതിനെല്ലാം ഇടയിൽ നമ്മുടെ മനസ്സിന് വിശ്രമിക്കാൻ പോലും സമയം ലഭിക്കുന്നില്ല അല്ലേ? അപ്പോൾ ദിവസത്തിൽ 10 മിനിറ്റെങ്കിലും അല്ലെങ്കിൽ 5 മിനിറ്റെങ്കിലും ഭഗവാന്റെ നാമത്തിൽ മനസ്സ് നിർത്താൻ കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൽ ഒരു ആത്മീയ ഇടവേളയായിട്ട് മാറും. ആ ശാന്തതയിൽ നിന്ന് വീണ്ടും മുന്നോട്ട് പോകാനുള്ള ധൈര്യം ലഭിക്കും. അമ്മമാരെ, നിങ്ങളോട് ഒരു കാര്യം മാത്രം പറയട്ടെ. നിങ്ങൾ മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന പ്രാർത്ഥനകൾ ഒരിക്കലും ചെറുതല്ല. നിങ്ങൾ നിശബ്ദമായി നാരായണ എൻ്റെ കുഞ്ഞിനെ കാത്തുകൊള്ളണേ എന്ന് പറയുന്ന ഒരു നിമിഷം, അത് ഈ ലോകത്തിലെ ഏറ്റവും നിർമ്മലമായ പ്രാർത്ഥനകളിൽ ഒന്നാണ്. ആ പ്രാർത്ഥനയ്ക്ക് വിഷ്ണു സഹസ്രനാമം ഒരു ദീപസ്തംഭം പോലെയാണ്, ദിശ കാണിച്ചു തരുന്ന ഒരാത്മീയ വെളിച്ചം. ഇനി ഒരു കാര്യം കൂടി ഓർക്കാം, വിഷ്ണു സഹസ്രനാമം ജപിക്കാൻ നമ്മൾ പൂർണ്ണരായിരിക്കണമെന്നില്ല, സംസ്കൃത പണ്ഡിതന്മാരായിരിക്കണമെന്നില്ല, ജീവിതത്തിൽ ഒരിക്കലും തെറ്റുകൾ ചെയ്യാത്തവരായിരിക്കണമെന്നുമില്ല. ഭഗവാൻ പൂർണ്ണരായ മനുഷ്യരെ അന്വേഷിക്കുന്നില്ല. അവിടുന്ന് അന്വേഷിക്കുന്നത് സത്യസന്ധമായ ഹൃദയങ്ങളെയാണ്. ഒരു ഭക്തി നിറഞ്ഞ മനസ്സ്, ഒരു വിനയമുള്ള പ്രാർത്ഥന, ഒരു കണ്ണുനീർ തുള്ളി, അത്ര മതി. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് അമ്പുകളുടെ ശയ്യയിൽ കിടന്നുകൊണ്ട് ഭീഷ്മ പിതാമഹൻ ലോകത്തിന് നൽകിയ ഈ മഹത്തായ നിധി ഇന്നും ഓരോ വീടുകളിലും ഓരോ ക്ഷേത്രങ്ങളിലും ഓരോ ഭക്തഹൃദയങ്ങളിലും ജീവിച്ചിരിക്കുന്നു. കാരണം ഭഗവാന്റെ നാമത്തിന് കാലമില്ല, അതിർവരമ്പുകളില്ല, അവസാനവുമില്ല. ഒരുപക്ഷെ ഈ വീഡിയോ കാണാൻ നിങ്ങളെ ഭഗവാൻ തന്നെയാകും ഇന്നിവിടെ എത്തിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു പുതിയ ആത്മീയ തുടക്കത്തിൻ്റെ ദിവസവുമായിരിക്കാം ഇന്ന്. അതിനാൽ ഇന്നു മുതൽ ദിവസത്തിൽ ഒരിക്കലെങ്കിലും സമയം കിട്ടുമ്പോഴെല്ലാം ഭക്തിയോടെ ശ്രീ മഹാവിഷ്ണുവിനെ സ്മരിക്കൂ. സഹസ്രനാമം മുഴുവൻ ജപിക്കാൻ കഴിയുന്നെങ്കിൽ അത് അത്യുത്തമം. അതിന് കഴിയുന്നില്ലെങ്കിൽ ഭക്തിയോടെ കേൾക്കൂ. അതിനും കഴിയുന്നില്ലെങ്കിൽ ഹൃദയം നിറഞ്ഞ് ഒരു നാമമെങ്കിലും വിളിക്കൂ, നാരായണ. കാരണം ആ ഒരു നാമം ഭക്തിയോടെ ഉച്ചരിക്കുമ്പോൾ അത് വെറും ശബ്ദമല്ല, ഒരു സമർപ്പണമാണ്, ഒരു വിശ്വാസമാണ്, ഒരാശ്രയമാണ്. ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ പറയുന്ന ഒരു വചനമുണ്ട്,
യജ്ഞാനാം ജപയജ്ഞോസ്മി, യജ്ഞങ്ങളിൽ ഞാൻ ജപയജ്ഞമാണ്. അതായത് ഭക്തിയോടെ ചെയ്യുന്ന നാമസ്മരണയ്ക്ക് ഭഗവാൻ അത്യുന്നതമായ സ്ഥാനമാണ് നൽകുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ആചാര്യന്മാർ വിഷ്ണു സഹസ്രനാമ ജപത്തെ ഇത്രയധികം മഹത്വത്തോടെ കണ്ടത്. ഇവിടെ ഭക്തി പാരമ്പര്യത്തിൽ വളരെ പ്രസിദ്ധമായ ഒരു സംഭവം കൂടി നമുക്ക് ഓർക്കാം. ഒരിക്കൽ പാർവതി ദേവി ഭഗവാൻ മഹാദേവനോട് ചോദിക്കുകയുണ്ടായി, വിഷ്ണു സഹസ്രനാമം മുഴുവൻ ജപിക്കാൻ കഴിയാത്ത സാധാരണ ഭക്തർക്ക് അതിന് തുല്യമായ ഒരു ലളിതമായ മാർഗമുണ്ടോ? അപ്പോൾ ഭഗവാൻ ശിവൻ പുഞ്ചിരിച്ചുകൊണ്ട് പറയുകയാണ്, ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ, സഹസ്രനാമ തത്തുല്യം രാമനാമ വരാനനെ. ഭക്തി പാരമ്പര്യത്തിൽ ഈ ശ്ലോകത്തിന് അതീവ വിശിഷ്ടമായ സ്ഥാനമുണ്ട്. സമയക്കുറവുള്ളവർക്ക് പോലും ഈശ്വരനാമ സ്മരണയുടെ മഹത്വം ഓർമ്മപ്പെടുത്തുന്ന ഉപദേശമായാണ് ഇതിനെ കാണുന്നത്. പ്രിയപ്പെട്ട സജ്ജനങ്ങളെ, ഈ വീഡിയോ കാണുന്ന ഓരോ കുടുംബത്തിനും, ഓരോ അമ്മയ്ക്കും, ഓരോ അച്ഛനും, ഓരോ മകനും, ഓരോ മകൾക്കും ശ്രീ മഹാവിഷ്ണുവിൻ്റെ കൃപയും അനുഗ്രഹവും എപ്പോഴും ഉണ്ടാവട്ടെ. നിങ്ങളുടെ വീടുകളിൽ സമാധാനവും സ്നേഹവും ആരോഗ്യവും ധർമ്മവും ഭക്തിയും എന്നും നിറഞ്ഞു നിൽക്കട്ടെ. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ഭക്തിയോടെ വിളിക്കാം, ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ. സജ്ജനങ്ങളെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും പ്രത്യേകിച്ച് അമ്മമാർക്കും ഭക്തിയോടെ ഇത് പങ്കുവെക്കൂ. കാരണം ഒരു പക്ഷേ ഈ വിഷ്ണു സഹസ്രനാമത്തിന്റെ മഹത്വം അറിയേണ്ടത് അവരായിരിക്കാം. കൂടാതെ നമ്മുടെ ഈ തുളസി തീർത്ഥം ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ എത്തിയിരിക്കുന്നതെങ്കിൽ സനാതന ധർമ്മവുമായി ബന്ധപ്പെട്ട ഇത്തരം ഭക്തിപൂർണമായ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ശ്രീ മഹാവിഷ്ണുവിന്റെ അനുഗ്രഹം എല്ലാവരിലും എപ്പോഴും ഉണ്ടാവട്ടെ. ഓം നമോ നാരായണായ.